ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞി തയ്യാറാക്കാം. അപ്പോൾ ആ കഞ്ഞി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉണക്കലരി, അത് പായസമൊക്കെ വെക്കണ പച്ചനെല്ലൂത്തി അരി, അതൊരു ഹാഫ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത്ര തന്നെ വൻപയറും അത്ര തന്നെ ചെറുപയറും ചേർത്ത് പാകത്തിനുള്ള കല്ലുപ്പും ചേർത്ത് നോർമൽ വാട്ടറിൽ അത് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ എല്ലാവർക്കും ഫീവറായിരുന്നു. അപ്പോൾ ഫീവറും കോൾഡും ഒക്കെ ഉള്ള ടൈമിൽ ഈ ഒരു കഞ്ഞി നമുക്ക് നല്ല രോഗപ്രതിരോധ ശക്തി കൂട്ടാനും നല്ല ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂടുമ്പോൾ തന്നെ നമ്മൾക്ക് അസുഖം പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രധാനമായിട്ടിത് ഈ സമയത്ത് ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും പനിയൊക്കെ ഉള്ളപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പരിധി വരെ നമ്മളെ അസുഖമൊക്കെ മാറി നിൽക്കും. ഇങ്ങനെയൊക്കെ കഴിച്ച് ആവിയൊക്കെ കൊണ്ട് എന്നിട്ടൊക്കെ കുറവില്ലെങ്കിൽ മാത്രമാണ് ഞാൻ ഈ ഫീവറൊക്കെ വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകുള്ളൂ. എന്തായാലും അൽഹംദുലില്ലാ ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട ഒന്നും വന്നില്ല. അല്ലാതെ തന്നെ നന്നായിട്ട് എല്ലാവർക്കും സുഖമായി. ഇവിടെ എല്ലാവർക്കും ഫീവറായിരുന്നു. ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത്. അപ്പോൾ ഇത് എല്ലാവരും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫുഡിൽ നമ്മൾ ഡെയിലി ഒരു നേരമെങ്കിലും ഈ കഞ്ഞിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടാനായിട്ട് സഹായിക്കും. കുട്ടികൾക്കായാലും ചില രോഗം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ എന്തായാലും ഇതുപോലൊക്കെ ഫീവറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊക്കെ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഒരു 1-2 ദിവസമൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും നമുക്ക്. അപ്പോൾ എന്തായാലും ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കുക. ഫീവറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള കഞ്ഞികളൊക്കെ ഉണ്ടാക്കി കുടിക്കുകയൊക്കെ ചെയ്യാം. എന്തായാലും അസുഖമൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അൽഹംദുലില്ലാ ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും അസുഖമൊക്കെ മാറി ഇപ്പൊക്കെ ഓക്കെ ആയി. മോളൊക്കെ സ്കൂളിലൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു ടിപ്സുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.